ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും കഥ. ശരിക്കും പറഞ്ഞാൽ അവർ രണ്ടുപേരും ഭഗവാനോട് നേരിട്ട് ഏറ്റുമുട്ടിയ അസുര ജന്മങ്ങളാണ്. അപ്പോൾ ഒരു അസുരൻ്റെ ജന്മത്തിൽ ഇരുന്നിട്ട് പോലും ഭഗവാനെ ഫേസ് ടു ഫേസ് കാണാൻ അവർക്ക് എന്താണ് യോഗ്യത എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു മുജ്ജന്മ സുഹൃതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷൻ കേൾക്കാനോ ഒക്കെ ഭാഗ്യം സിദ്ധിക്കൂ. അത് മുജ്ജന്മ സുഹൃതിയിലൂടെ നമ്മൾക്ക് കിട്ടുന്നതാണ്. നമ്മൾ ആലോചിച്ചാൽ അറിയാം, എത്രയോ ആൾക്കാർ ലോകത്തിൻ്റെ പല ഭാഗത്തും മനുഷ്യജന്മം എടുത്തിട്ടുണ്ട്. പക്ഷേ അവരിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഈ സത്സംഗത്തിൽ പങ്കെടുക്കാനും ഭഗവാനെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഭഗവാനെ ആരാധിക്കാനും ഒക്കെ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളൂ. ഇതൊക്കെ നമ്മുടെ കഴിവല്ല, നമുക്കെല്ലാം കിട്ടിയിരിക്കുന്ന ആ മുജ്ജന്മ സുഹൃതിയുടെ കഴിവാണ് അല്ലെങ്കിൽ ഫലമാണ്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയ പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ നമുക്ക് ഇത്രയും സുന്ദരമായിട്ട് ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷനും ആരാധനയിൽ പങ്കെടുക്കാനും അമ്പലത്തിൽ പോകാനും ഒക്കെ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത്. ഈ പുണ്യം നമ്മൾ ഈ ജന്മത്തിൽ ഇരുന്നു കൊണ്ട് കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്തു എന്നാൽ തീർച്ചയായിട്ടും അടുത്ത ജന്മത്തിൽ നമുക്ക് ഭഗവാന്റെ ധാമത്തിൽ തന്നെ എത്താൻ സാധിക്കും. വൈകുണ്ഠ ലോക പ്രാപ്തിയാണ് ഭഗവാൻ അനുഗ്രഹിച്ച് നമുക്ക് തരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിച്ചതിനെ പറ്റി ഞാൻ ചുരുക്കി പറയാം. എല്ലാവർക്കും അറിയാവുന്ന കഥ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും വൈകുണ്ഠ ലോകത്തിൻ്റെ ഗേറ്റ് കീപ്പേഴ്സ് ആയിരുന്നു. അതായത് അതിൻ്റെ എൻട്രൻസിൽ നിൽക്കുന്ന ഗേറ്റ് കീപ്പർ, കവാടത്തിൽ നിൽക്കുന്ന രണ്ട് സേവകരാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. പക്ഷേ ഇവർ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ 4 കുമാരന്മാരെ പറ്റി എല്ലാവരും ശ്രവിച്ചിട്ടുണ്ടാവും. ഈ 4 കുമാരാസ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രഹ്മാവ് സൃഷ്ടികർമ്മം നടത്തുന്ന സമയത്ത്, അപ്പോൾ ഫസ്റ്റിൽ ബ്രഹ്മാവിന് ഈ ബ്രഹ്മാണ്ടത്തിൽ ഗർഭോദകശായ വിഷ്ണുവിൻ്റെ നേവലിൽ നിന്ന് വന്ന താമരപ്പൂവിൽ ഭൂജാതനായ ആ ബ്രഹ്മാവിന് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് അറിയില്ലായിരുന്നു. കാരണം ജസ്റ്റ് ഭൂജാതനായതേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് 4 പാടും വീക്ഷിച്ചപ്പോൾ തപ് എന്നൊരു സൗണ്ട് കേട്ടു. തപ് എന്ന് പറഞ്ഞാൽ തപസ് ചെയ്യൂ അല്ലെങ്കിൽ തപസ് അനുഷ്ഠിക്കൂ എന്നൊരു ഇൻഫോർമേഷനാണ് ബ്രഹ്മാവിന് ആദ്യമായി കിട്ടിയത്. അങ്ങനെ ബ്രഹ്മാവ് വളരെ വർഷക്കാലം തപസ് അനുഷ്ഠിച്ചു. തപസ്സിന് ഒടുവിൽ ഭഗവാൻ ഗർഭോദകശായ വിഷ്ണു ബ്രഹ്മാവിൻ്റെ മുന്നിൽ പ്രത്യക്ഷനായിട്ട് ഭഗവാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ജ്ഞാനം, അതായത് വേദജ്ഞാനം, ആദ്യത്തെ ജ്ഞാനം ബ്രഹ്മാവിന് തേനേ ബ്രഹ്മഹൃദയെ ആദി കവയെ എന്ന രീതിയിൽ പകർന്നു നൽകി. അങ്ങനെ ബ്രഹ്മാവിന് ഹൃദയത്തിൽ ജ്ഞാനം പകർന്നു കിട്ടിയപ്പോൾ ബ്രഹ്മാവിന് മനസ്സിലായി, എൻ്റെ ജന്മ ലക്ഷ്യം അല്ലെങ്കിൽ ജന്മത്തിൻ്റെ ഉദ്ദേശം സൃഷ്ടികർമ്മം നടത്തുക എന്നുള്ളതാണ്. ഭഗവാൻ എന്നെ നിയോഗിച്ചിരിക്കുന്നത് സൃഷ്ടികർമ്മത്തിനായിട്ടാണ് എന്ന് ബ്രഹ്മാവിന് ആ ജ്ഞാനം ലഭിച്ചു. അപ്പോൾ എന്താണ് സൃഷ്ടിക്കേണ്ടത് എന്ന് ഭഗവാൻ അവിടെ 24 എലമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് അത് കൊടുത്തിട്ട്, ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ട്, ഇത് വച്ചിട്ട് ബദ്ധജീവാത്മാവിന് ആവരണം സൃഷ്ടിക്കുക. അതുകൊണ്ടാണ് ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയെ സെക്കൻഡറി ക്രിയേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്രിയേഷൻ ചെയ്തത് ഭഗവാൻ തന്നെയാണ്. ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു. നമ്മളെയൊക്കെ സൃഷ്ടിക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസും ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട് നൽകി. അതുകൊണ്ട് തന്നെ ഭഗവാനാൽ സൃഷ്ടികർമ്മം നടത്തുന്നതിനെ വിസർഗ സൃഷ്ടി എന്നും ബ്രഹ്മാവ് ചെയ്യുന്നതിനെ വിസർഗ സൃഷ്ടി എന്നും ഭാഗവത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്രകാരം ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ബ്രഹ്മാവ് സൃഷ്ടികർമ്മം ചെയ്യാൻ തുടങ്ങി. പക്ഷേ സൃഷ്ടികർമ്മത്തിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസിൻ്റെ മുന്നിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് 5 ന്യൂയിസൻസ് ആണ്. അതായത് കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യങ്ങൾ. ഇതെല്ലാം ഭീമാകാരം പൂണ്ട് കറുത്തിരുണ്ട സത്വങ്ങളെ പോലെ ബ്രഹ്മാവിൻ്റെ മുന്നിൽ നിന്നു. അപ്പോൾ ബ്രഹ്മാവ് ആലോചിക്കുകയാണ്, എൻ്റെ കൃഷ്ണ, എൻ്റെ ഭഗവാനെ, ഞാൻ എങ്ങനെയാണ് ഈ ന്യൂയിസൻസിനെ ചേർത്ത് ജീവാത്മാക്കൾക്ക് ഉടുപ്പ് തുന്നി വിടുക അല്ലെങ്കിൽ സൃഷ്ടികർമ്മം നടത്തുക? അപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവാത്മാക്കൾ ഭഗവാനെ എല്ലാം വിസ്മരിച്ച് കാമം പൂണ്ട് ക്രോധത്തിൽ വർത്തിച്ച് അവരെല്ലാവരും വെറും വൃത്തികെട്ട ജന്മങ്ങൾ സ്വീകരിച്ചു പോകും. ഇതെനിക്ക് ചെയ്യാൻ വയ്യ. ആദ്യമായിട്ട് ഭഗവാന്റെ സൃഷ്ടികർമ്മം ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഈ വൃത്തികെട്ട ജന്മങ്ങൾക്ക് കവർ അണിയാൻ അല്ലെങ്കിൽ ആവരണം കൊടുക്കാൻ, ബദ്ധജീവാത്മാക്കളെ പൊതിഞ്ഞു വയ്ക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് മനസ്സും അടുത്തിട്ട് വീണ്ടും ബ്രഹ്മാവ് കഠിന തപസ്സിലേർപ്പെട്ടു. അപ്പോൾ മനസ്സ് കുറച്ചൊക്കെ ശാന്തമായി സ്വസ്ഥമായി.
ആ കഠിന തപസ്സിൻ്റെ ഫലമായിട്ട് തപശ്ചര്യയുടെ ആ ഒരു ഉജ്ജ്വല പ്രദീപ്തി കൊണ്ട് അതിൽ നിന്ന് 4 കുമാരന്മാർ പ്രത്യക്ഷനായി ബ്രഹ്മാവിൻ്റെ മുന്നിൽ. ആ 4 കുമാരന്മാരാണ് സനക്ക്, സനതൻ, സനാതനൻ, സനന്ദൻ എന്ന നാമധേയത്തിൽ 4 കുമാരന്മാർ ആവിർഭവിച്ചു. അപ്പോൾ ബ്രഹ്മാവിന് ഭയങ്കര സന്തോഷമായി. നല്ല കോമള കുമാരന്മാര് ശാന്തസുന്ദരനായിട്ട് നിൽക്കുന്നു. അപ്പോൾ ബ്രഹ്മാവ് അവർക്ക് ബ്രഹ്മജ്ഞാനം പകർന്നു നൽകി. അപ്പോൾ ബ്രഹ്മജ്ഞാനം പകർന്നു കിട്ടിയ ആ കുമാരന്മാർക്ക് സർവം വ്യാപിച്ചിരിക്കുന്ന ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ അവർ ബ്രഹ്മൻ റിയലൈസേഷൻ നേടിക്കഴിഞ്ഞു. അപ്പോൾ അവർ സ്വയം ചിന്തിക്കുകയാണ്, ബ്രഹ്മൻ റിയലൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി മറ്റൊന്നും ആവശ്യമില്ല എന്നുള്ളൊരു കൺക്ലൂഷനിൽ ആ കുമാരന്മാരെത്തി. പക്ഷെ ബ്രഹ്മാവ് ആദ്യമായി ഈ 4 കുമാരന്മാരെ സൃഷ്ടിച്ചപ്പോൾ അതീവ സന്തുഷ്ടനാവുകയും ബ്രഹ്മാവ് ആലോചിക്കുകയാണ്, ഈ കുമാരന്മാരിലൂടെ നല്ല പ്രോജനി സൃഷ്ടിക്കാൻ സാധിക്കുമല്ലോ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ആ കുമാരന്മാരോട് അഭ്യർത്ഥിക്കുകയാണ്, അല്ലയോ കുമാരന്മാരെ, അല്ലയോ സൽസന്താനങ്ങളെ, നിങ്ങൾ പോയി വീണ്ടും വീണ്ടും സൽസന്താനങ്ങളെ സൃഷ്ടിക്കൂ എന്ന് പറയും. അപ്പോൾ കുമാരന്മാർ പറയാണ്, ബ്രഹ്മജ്ഞാനം നേടി ഞങ്ങൾക്ക് ഇനി പ്രോജനി ഉണ്ടാക്കാൻ താല്പര്യമില്ല, ലൗകിക ജീവിതത്തിനോട് യാതൊരു താല്പര്യവുമില്ല, ഞങ്ങൾക്ക് കഠിന തപസ്സിന് ഏർപ്പെടാനാണ് താല്പര്യം എന്ന് ആ കുമാരന്മാരെ അറിയിക്കുന്നു. അപ്പോൾ ബ്രഹ്മാവിന് കഠിനമായ കോപമുണ്ടാവുകയും ബ്രഹ്മാവിൻ്റെ പുരികങ്ങൾക്കിടയിൽ നിന്നൂടെ ഒരു രുദ്രൻ രൗദ്രഭാവത്തിൽ പുറത്തു ചാടുകയും അത് രോദനം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ആ ഒരു രുദ്രനിൽ നിന്നാണ്, ആ രോദനം നടത്തിയ ഒരു രുദ്രൻ പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്ത് 11 രുദ്രന്മാരാവുകയും ആ 11 രുദ്രന്മാർക്ക് ബ്രഹ്മാവ് 11 രുദ്രാണികളെ നൽകി പ്രോജനി സൃഷ്ടിക്കാൻ വിടുകയും ചെയ്തു. അപ്പോൾ ആ കഥ നമുക്ക് അതുവരെ മനസ്സിലാക്കാം. അതിനുശേഷം ഈ 4 കുമാരന്മാർക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. ഈ 4 കുമാരാസിന് ബ്രഹ്മജ്ഞാനം കിട്ടി, അവർ പ്രോജനി ഉണ്ടാക്കാൻ തയ്യാറായില്ല. അപ്പോൾ ബ്രഹ്മാവ് പറയാണ്, ഓക്കെ, നിങ്ങൾ കഠിന തപസ്സിൽ ഏർപ്പെട്ടുള്ളൂ. അങ്ങനെ ആ 4 കുമാരന്മാര് ഇനി ഒരിക്കലും നമ്മുടെ ശരീരം വളരേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ ശരീരാവസ്ഥയിൽ ഇരുന്ന ആ കുമാരന്മാർ അങ്ങനെ തന്നെ മഹർഷി തുല്യരായിട്ട് മാറി. അവരുടെ ശരീരം ഒരിക്കലും ഈ 5 വയസ്സിന് മേലെയുള്ള ശരീരമായി മാറിയില്ല. അവർ പറയുന്നത് എന്തെന്നാൽ 5 വയസ്സിന് ശേഷം നമ്മുടെ ശരീരം വളർന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് ലൈംഗിക വാഞ്ച നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും അതിനനുസരിച്ച് നമ്മൾ വിഷയീഭവിക്കുകയും അല്ലെങ്കിൽ വിഷയങ്ങൾക്ക് നമ്മൾ ഇന്ദ്രീഭവിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തിപ്പെടാൻ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇനി ഒരിക്കലും ഈ പ്രായത്തിന് മേൽ വളരാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് തീരുമാനിക്കുകയും അവരുടെ സിദ്ധി കൊണ്ട് അവർക്ക് അതേ വയസ്സിൽ തുടരാൻ സാധിക്കുകയും ചെയ്തു. ഈ 4 കുമാരാസ് ബ്രഹ്മൻ റിയലൈസേഷൻ നേടി അവർ കഠിന തപസ്സിനായിട്ട് ഉചിതമായ സ്ഥലം അന്വേഷിച്ച് ഇങ്ങനെ പോകുന്ന വഴിക്ക് അവർ വിചാരിക്കുകയാണ്, ഈ ബ്രഹ്മത്തിൻ്റെ ആവിർഭാവം എവിടെ നിന്ന് എന്ന് കണ്ടെത്താൻ ഒരു ശ്രമം നടത്തുകയും ചെയ്തു. ആ ശ്രമത്തിൻ്റെ ഫലമായി അവരിങ്ങനെ ബ്രഹ്മാണ്ടങ്ങൾ തോറും അലഞ്ഞു. ഒടുവിൽ അവർ വൈകുണ്ഠ ലോകത്തിൻ്റെ വാതിൽക്കലെത്തി. അവിടുന്ന് 1ാമത്തെ ഗേറ്റ് കടന്നു, അവരകത്തേക്ക് കയറി. വീണ്ടും 2ാമത്തെ വാതിൽ കണ്ടു, അതും കടന്നകത്ത് കയറി. അങ്ങനെ 7ാമത്തെ വാതിൽക്കൽ എത്തിയപ്പോഴാണ് ജയവിജയന്മാർ അവിടെ കാവൽക്കാരായിട്ടുണ്ടായിരുന്നത്. അവർ നോക്കുമ്പോൾ 4 നഗ്നരായിട്ടുള്ള കൊച്ചുകുട്ടികൾ അവരിങ്ങനെ ഗേറ്റ് കടന്നു പോകാൻ ശ്രമിക്കുന്നത് കണ്ട ഉടനെ തന്നെ ജയവിജയന്മാർ അവരെ തടഞ്ഞു. കാരണം ജയവിജയന്മാർക്ക് മനസ്സിലായില്ല ഇവർ മഹർഷി തുല്യരായ കുട്ടികളാണ്, വളരെയധികം സാത്വിക ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ വൈകുണ്ഠ ലോകത്ത് തന്നെ എത്തിപ്പെടാൻ അർഹരായവരാണ് എന്ന് ഒരു നിമിഷം ജയവിജയന്മാർ മറന്നുപോയി അല്ലെങ്കിൽ ഓർമ്മിച്ചില്ല. അതിൻ്റെ പരിണത ഫലമായിട്ട് എന്താ സംഭവിച്ചത്? ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ 4 കുമാരാസിന് ദേഷ്യമാണ് വന്നത്. ഞങ്ങളെ തടയാൻ നിങ്ങൾ ആരാണ് എന്നാണ് തിരിച്ച് ചോദിച്ചത്. മാത്രമല്ല ഓൺ ദ സ്പോട്ടിൽ മഹർഷിമാർ ആ ജയവിജയന്മാരെ ശപിക്കുകയും ചെയ്തു. ആ ശപിക്കുന്ന നിമിഷം സാക്ഷാൽ വൈകുണ്ഠനാഥൻ ഭഗവാൻ ഗരുഡന്റെ മേൽ 4 ഹാൻഡഡ് വിഷ്ണു ഫോമില് ഗരുഡന്റെ മേൽ അവിടേക്ക് വന്ന് പ്രത്യക്ഷനായി അവരുടെ മുന്നിൽ. കാരണം ഭഗവാൻ തൻ്റെ ഭക്തന്മാരെ സംരക്ഷിക്കണമായിരുന്നു. ഈ 4 കുമാരസ് ശപിച്ചു കഴിഞ്ഞാൽ ആ ശാപം തീർച്ചയായിട്ടും തൻ്റെ ഭക്തരായ ജയവിജയന്മാരുടെ മേൽ പതിക്കുമെന്ന് ഭഗവാന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. അത് തടയാൻ വേണ്ടിയിട്ടെന്നവണ്ണം ഭഗവാൻ അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രത്യക്ഷനായി. ആ പ്രത്യക്ഷനായ ഭഗവാന്റെ പാദകമലങ്ങളിൽ നമസ്കരിച്ച ആ 4 കുമാരന്മാർ ആ തുളസീദളത്തിന്റെ സ്മെല്ലടിച്ചപ്പോൾ ആ പേഴ്സണിഫൈഡ് ഫോം അവരുടെ മുന്നിൽ ദർശനമായി. ഈ പേഴ്സണിഫൈഡ് ഫോമിൽ നിന്ന് വമിക്കുന്ന ആ ഒരു എഫുൾജൻസ് ആണ് അല്ലെങ്കിൽ ആ പ്രകാശമാണ്
സർവ്വപ്രപഞ്ചവും വ്യാപിച്ചിരിക്കുന്ന പ്രകാശമയം എന്നവർ തിരിച്ചറിഞ്ഞു. അപ്പോൾ ബ്രഹ്മൻ റിയലൈസേഷനിൽ നിന്ന് അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഭഗവാൻ പേഴ്സണിഫൈഡ് ഫോമിലുള്ള ദർശനം കിട്ടിയതിലൂടെ ആ ദൈവവിശ്വാസം അവരുടെ രൂഢമായി. അങ്ങനെ അവർ ആ ഭഗവാന്റെ പേഴ്സണിഫൈഡ് ഫോമിൽ വർഷിപ്പ് ചെയ്യാനും ഭഗവാനിൽ നിന്ന് അനുഗ്രഹം വാങ്ങാനും നമസ്കരിക്കുകയാണ് ഉണ്ടായത്. ഭഗവാൻ ഉടനെ തന്നെ അവരിൽ സംപ്രീതനാവുകയും 4 കുമാരൻസിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ ഉടനെ തന്നെ 4 കുമാരന്മാരാൽ ശപിക്കപ്പെട്ട ജയവിജയന്മാർ തൊഴുകൈകളോടെ ഭഗവാന്റെ മുന്നിൽ നിൽക്കുന്ന കണ്ടപ്പോൾ ഭഗവാൻ അവരെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഒന്നുകൊണ്ടും നിങ്ങൾ വിഷമിക്കേണ്ട. എന്തായാലും കുമാരന്മാർ, മഹർഷിമാർ ശപിച്ച ശാപം അനുഭവിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് ഇളവ് ചെയ്തു തരാം. ഒന്നാമതായിട്ട് ആവശ്യപ്പെടുന്നത്, മഹർഷിമാർ പറഞ്ഞതുപോലെ നിങ്ങൾ ജന്മജന്മാന്തരം ഭൂമിയിൽ പോയി ജന്മമെടുത്ത് അലഞ്ഞു തിരിയണമോ, അതോ 3 വർഷം കൊണ്ട് എൻ്റെ ശത്രുഭാവത്തിൽ നിങ്ങൾക്ക് ജന്മം സ്വീകരിച്ചുകൊണ്ട് തിരിച്ചു വരാനാണോ താല്പര്യം എന്ന് ചോദിക്കും. അപ്പോൾ ജന്മജന്മാന്തരമായിട്ട് ഭക്തനായിട്ട് അലയുന്നതിനേക്കാൾ എളുപ്പം അവർക്ക് എത്രയും പെട്ടെന്ന് വൈകുണ്ഠത്തിൽ തിരിച്ചെത്താൻ വേണ്ടിയിട്ട് അവരപേക്ഷിച്ചത്, ഞങ്ങൾ ശത്രുഭാവത്തിലാണെങ്കിൽ പോലും 3 ജന്മം കൊണ്ട് നമ്മൾ തൃപ്തി അടയണം, അത്രയും ഇളവ് ചെയ്തു തരണമെന്ന് അവർ അപേക്ഷിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ 4 കുമാരാസ് അവരെ അനുഗ്രഹിച്ചു. ഭഗവാന്റെ കൃപ കൊണ്ട് അവർക്ക് 3 ജന്മം കൊണ്ട് ഭഗവാന്റെ 4 കുമാരാസിന്റെ ശാപം അനുഭവിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചു. അങ്ങനെ ആ ശാപം ഫലിക്കത്തക്ക വിധത്തിൽ ജയവിജയന്മാർ ഭൂമിയിൽ ഉചിതമായ ഉദരം അല്ലെങ്കിൽ ഗർഭപാത്രം തേടി നടക്കുന്ന സമയത്താണ് ഇവിടെ ദിതി അതിഥി എന്ന് പറയുന്ന സഹോദരിമാരുടെ 13 പെൺമക്കളുടെ ഭർത്താവാണ് കശ്യപ പ്രജാപതി. അപ്പോൾ കശ്യപ പ്രജാപതിയുടെ ഭാര്യമാരിൽ ദിതി എന്നും അതിഥി എന്നും നാമധേയത്തിൽ 2 ഭാര്യമാരുണ്ട്. അതിൽ ദിതിയാണ് ഈ അസുരന്മാരെ എല്ലാം സൃഷ്ടിച്ചത്. ആ അസുരൻ കാരണം ദിതിക്ക് കുറേ നാൾ മക്കളുണ്ടായിരുന്നില്ല. അതിഥിക്ക് ധാരാളം പുത്രന്മാരുണ്ടാവുകയും അവരെല്ലാം ദേവേന്ദ്രനും ദേവതാ ദേവിമാരുമായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ ദിതിക്ക് എല്ലായ്പ്പോഴും പരാതിയായിരുന്നു, എനിക്ക് മാത്രം സൽസന്താനങ്ങൾ ഉണ്ടായിട്ടില്ല, എനിക്കും ഗർഭവതിയാകണം, എനിക്കും ഇതുപോലെ മക്കൾ കുറേ വേണം എന്നുള്ള ആഗ്രഹത്തിൽ നേരെ കശ്യപ പ്രജാപതിയെ സമീപിക്കുകയാണ്. ശരിക്കും കശ്യപ പ്രജാപതി സന്ധ്യാസമയത്തുള്ള ആരതി ക്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്തായിരുന്നു ദിതി സമീപിച്ചത്. നല്ലോണം കശ്യപ പ്രജാപതി പറഞ്ഞു നോക്കി, അല്ലയോ ഭാര്യയെ, ഞാൻ ഈ പൂജാ വിധികൾ ഒന്ന് അവസാനിപ്പിച്ചോട്ടെ, അതിനുശേഷം നിന്റെ ഇംഗിതം സാധിച്ചു തരാം എന്ന് പറയുകയുണ്ടായി. പക്ഷേ അതിലൊന്നും അവൾ വഴങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അവൾക്ക് ഗർഭം ധരിക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുകയും വികാരലോലയായിട്ട് ഭർത്താവിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഏതൊരു ഭാര്യയും വികാരവതിയായിട്ട് ഭർത്താവിനെ സമീപിച്ചാൽ ആ ഇംഗിതം സാധിച്ചു കൊടുക്കണം എന്നുള്ളത് ഒരു ഭർത്താവിൻ്റെ കടമയായതിനാൽ അദ്ദേഹം സന്ധ്യാവന്ദനം നിർത്തിവെച്ചിട്ട് ഭാര്യയോടൊപ്പം പോവുകയാണ് ഉണ്ടായത്. അപ്രകാരം ഗർഭം ധരിക്കുകയും ഗർഭവതി ആയപ്പോൾ കശ്യപ പ്രജാപതി സൂചന നൽകിയിട്ടുണ്ടായിരുന്നു. ഈ സമയം, സന്ധ്യാസമയം എന്ന് പറയുന്നത് രുദ്രന്മാരോടൊപ്പം ഭൂതഗണങ്ങൾ, ധാരാളം ഭൂതഗണങ്ങൾ ചുറ്റിത്തിരിയുന്ന സമയമാണ് ഈ സന്ധ്യാവേള. ഈ സമയത്ത് ഗർഭവതി ആയാൽ തീർച്ചയായിട്ടും ആ ഭൂതഗണങ്ങളിൽ അല്ലെങ്കിൽ ഏറ്റവും മ്ലേച്ഛമായ ജന്മമായിരിക്കും നിന്റെ ഉദരത്തിൽ രൂപം കൊള്ളുക. അതുകൊണ്ട് ഒരു കാരണവശാലും നിനക്ക് മനസ്സമാധാനം കിട്ടുമെന്ന് വിചാരിക്കേണ്ട എന്നൊരു ഉപദേശവും കശ്യപ പ്രജാപതി ഭാര്യയ്ക്ക് നൽകി. അപ്പോൾ മുതലാണ് സത്യത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ദിതി കശ്യപ പ്രജാപതിയുടെ കാൽക്കൽ നമസ്കരിച്ചിട്ട് പറയാണ്, അല്ലയോ ഭർത്താവേ, എന്നെ ഈ ശാപത്തിൽ നിന്ന് അങ്ങേക്ക് മാത്രമേ കരകയറ്റാൻ സാധിക്കൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ദയവായി പറഞ്ഞു തന്നാലും എന്ന് പറയും. അപ്പോൾ കശ്യപ പ്രജാപതി പറയും, എന്തായാലും നിന്റെ ഗർഭത്തിൽ അസുരജന്മം എടുത്തു കഴിഞ്ഞു, ഇനി ആ അസുരജന്മത്തിൽ നിന്ന് അവർക്ക് മോചനം കിട്ടണമെങ്കിൽ സാക്ഷാൽ ശ്രീ വിഷ്ണു തന്നെ നമുക്ക് പോംവഴി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നീ സദാസമയം വിഷ്ണുവിനെ പ്രാപിച്ചോളൂ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കശ്യപ പ്രജാപതി അവിടുന്ന് മാറി. അങ്ങനെ കശ്യപ പ്രജാപതിയുടെ ഉപദേശപ്രകാരം ദിതി എല്ലായ്പ്പോഴും വിഷ്ണുവിനെ പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് ഒടുവിൽ ഭഗവാൻ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല, അമ്മയുടെ ഉദരത്തിൽ നിന്ന് വരുന്ന 2 സന്താനങ്ങളും വിഷ്ണുവിനാൽ വധിക്കപ്പെടും, എൻ്റെ കൈകൊണ്ട് തന്നെ വധിക്കപ്പെടും, മറ്റാരും അവനെ വധിക്കില്ല എന്ന് പറയും. അങ്ങനെ ഒരു അനുഗ്രഹം കൊടുക്കും.
അപ്പോൾ ദിദിക്ക് അങ്ങേറ്റവും സന്തോഷം. ഓക്കെ, ഭഗവാനല്ലേ വധിക്കുന്നത്, ഭഗവാനാൽ വധിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും എൻ്റെ മക്കൾക്ക് മോക്ഷം കിട്ടുമല്ലോ. അതുകൊണ്ട് ദിദിക്ക് വളരെയധികം സന്തോഷം തോന്നുകയും എന്നാൽ ഉള്ളിൽ ഗർഭത്തിലിരിക്കുന്ന ഹിരണ്യാക്ഷന് ഹിരണ്യകശിപുവിനും ഈ ഭൗതിക ലോകത്ത് വന്ന് കഷ്ടപ്പെടണമല്ലോ എന്ന് ഓർത്തിട്ട് ഒരു കാരണവശാലും പുറത്തു വരാൻ തയ്യാറായില്ല. അങ്ങനെ 200 വർഷത്തോളം ആ ഗർഭത്തിൽ അവർ കഴിച്ചുകൂട്ടി എന്നാണ് പറയുന്നത്. 200 വർഷങ്ങൾക്ക് ശേഷം ജന്മം കിട്ടിയ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് വളർന്ന് വലിയ ആജാന ബാഹുക്കളായി, വളരെ ശക്തിമാനായി. അവർ ആർത്ത് അട്ടഹസിച്ചുകൊണ്ട് അവിടെ എല്ലാം പരക്കം പായാൻ തുടങ്ങി. കണ്ണിൽ കണ്ടവരെയൊക്കെ ഉപദ്രവിച്ചു. അസുരന്റെ എല്ലാ സ്വഭാവവും അവർ കാണിച്ചു തുടങ്ങി. അങ്ങനെ ദേവഗണങ്ങളെയും ഭൂമിയിലുള്ള മനുഷ്യരെയും സസ്യലതാദികളെയും മൃഗങ്ങളെയും ഒന്നും വേണ്ട മഹർഷിമാരെ പോലും ഉപദ്രവിക്കാൻ ശ്രമിച്ചു. എല്ലായിടത്തും ഉപദ്രവിച്ചു. ഇനി ആരുണ്ട് ഞങ്ങളെ ജയിക്കാൻ എന്നുള്ള അഹങ്കാരത്തോടു കൂടി അവരിങ്ങനെ പരക്കം പാഞ്ഞു നടന്നു. അവരുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ഈ ദേവേന്ദ്രനും എല്ലാ ദേവഗണങ്ങളുമായിട്ട് ബ്രഹ്മാവിനെ സമീപിക്കുകയും ബ്രഹ്മാവിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ ഹെൽപ്ലെസ് ആണ്, ടോട്ടലി ഹെൽപ്ലെസ് ആണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഭഗവാൻ വിഷ്ണുവിനെ തന്നെ അഭയം പ്രാപിക്കാമെന്ന് പറയും. അങ്ങനെ അവർ ക്ഷീരോദകശായി വിഷ്ണുവിനെ പാൽക്കടലിൽ ചെന്ന് നിന്ന് അവിടെ നിന്നിട്ട് ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാണ്. പുരുഷസൂക്തം ചൊല്ലിയാലാണ് ഭഗവാൻ പ്രത്യക്ഷനാവുക. അപ്രകാരം പുരുഷസൂക്തം ഉച്ചത്തിൽ ദേവന്മാർ ചൊല്ലാൻ തുടങ്ങി. അവസാനം ക്ഷീരോദകശായി വിഷ്ണു അവരുടെ മുന്നിൽ പ്രത്യക്ഷനായി. അപ്പോൾ ബ്രഹ്മാവ് അടക്കം ബാക്കി ദേവതമാരെല്ലാവരും കൂടെ അപേക്ഷിക്കുകയാണ്, ഇങ്ങനെ ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു എന്നീ 2 അസുരന്മാർ നമുക്ക് ഇരിക്കെ പൊറുതി തരുന്നില്ല. ദേവലോകവും സ്വർഗലോകവും നരകവും പാതാളവും എല്ലായിടവും അവര് കീഴടക്കിയിരിക്കുന്നു. എപ്പോഴും സജ്ജനങ്ങളെ അവർ ഉപദ്രവിക്കുന്നു. ഈ ശല്യത്തിൽ നിന്ന് നമ്മളെ കരകയറ്റണം, രക്ഷിക്കണം എന്നിങ്ങനെ കരഞ്ഞപേക്ഷിക്കും. അപ്പോൾ ഭഗവാൻ പറയും, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ തീർച്ചയായിട്ടും ഇതിനൊരു പോംവഴി കണ്ടെത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അപ്രത്യക്ഷനാവുകയും തുടർന്ന് ഭഗവാൻ ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും അധിവസിക്കുന്ന ഈ ഭൂലോകത്ത് എത്തിപ്പെടുകയും ഭഗവാൻ ഒരു നൂപുരത്തിൻ്റെ, അതായത് ഒരു വരാഹ അവതാരം എടുത്ത് ഭൂമിയെ തൽസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്ന ആ വരാഹ അവതാരം എടുത്ത്, ശരിക്കും പറഞ്ഞാൽ 2 വരാഹ അവതാരമുണ്ട്. ഒന്ന് നേരത്തെ ആദ്യമായിട്ട് ഈ ഭൂലോകം സൃഷ്ടിക്കുന്ന സമയത്ത് സ്വയംഭൂവ മനുവിനെ സൃഷ്ടിച്ച ബ്രഹ്മാവ് ആലോചിക്കുകയാണ്, ഈ സ്വയംഭൂവ മനുവിനെയും ഭാര്യ ശതരൂപയെയും എവിടെ അധിവസിപ്പിക്കും. മനുഷ്യജന്മത്തിൻ്റെ സൃഷ്ടികർമ്മത്തിനായിട്ട് ആദ്യമായി സൃഷ്ടിച്ച മനുഷ്യനാണ് സ്വയംഭൂവ മനു. ഈ സ്വയംഭൂവ മനുവിനെയും ഭാര്യയെ അധിവസിക്കേണ്ട ഭൂമി പ്രളയജലത്തിൽ ആണ്ട് കിടക്കുന്നത് കണ്ടപ്പോൾ ബ്രഹ്മാവ് വീണ്ടും പുരുഷസൂക്തം ചൊല്ലി ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഭഗവാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്ന് ഒരു പന്നിയുടെ രൂപത്തിൽ ചെറിയൊരു ജീവിയായിട്ട് താഴേക്ക് തെറിച്ചു വീഴുകയും ആ ജീവി പെട്ടെന്ന് വളർന്ന് വലിയ ഒരു വരാഹ രൂപത്തിൽ വരികയും ആ വരാഹം അലറിക്കൊണ്ട് ആ അലറിയ സമയത്ത് ഈ 14 ലോകങ്ങളും വിറകൊണ്ടു എന്നാണ് പറയുന്നത്. എല്ലാ ബ്രഹ്മാണ്ടങ്ങളിലും അത് മാറ്റുലി കൊണ്ടു എന്നാണ് പറയുന്നത്. അത്രയും ഉച്ചത്തിലുള്ള അലർച്ച കേട്ടപ്പോൾ ബ്രഹ്മാവിന് തീർച്ചയായും ഇത് സാക്ഷാൽ വിഷ്ണു തന്നെയാണ്, അദ്ദേഹം തന്നെയാണ് ഇവിടെ പ്രത്യക്ഷനായിരിക്കുന്നതെന്ന് മനസ്സിലാവുകയും കൂപ്പുകൈകളോടുകൂടി വീണ്ടും ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുകയും ഉണ്ടായി. അപ്പോൾ ആ വരാഹാവതാരത്തിൽ വന്ന ഭഗവാൻ തന്നെ ഭൂമിയെ പ്രളയജലത്തിൽ നിന്ന് എടുത്തുയർത്തി തൽസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. ആ തൽസ്ഥാനത്ത് ഇരുന്ന ഭൂമിയെ ഈ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും അവതരിച്ച സമയത്ത് ഹിരണ്യാക്ഷൻ ആ ഭൂമിയെ ഈ പന്ത് പോലെ ഇരിക്കുകയും അതിനെ തട്ടിത്തെറിപ്പിക്കുന്ന രീതിയിൽ കളിക്കുകയും ചെയ്തു. അത്ര ശക്തിമാനായിരുന്നു ആ ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും. അപ്പോൾ അവരിങ്ങനെ ഭൂമിയെ തട്ടിക്കളിച്ചു. ആ ഭൂമി വീണ്ടും പ്രളയജലത്തിലാണ്ടു. അപ്പോഴും വരാഹാവതാരം, രണ്ടാമതും വീണ്ടും വരാഹാവതാരം കൈക്കൊണ്ടുകൊണ്ട് ഭഗവാൻ ആ ഭൂമിയെ എടുത്ത് തൽസ്ഥാനത്ത് വെച്ചു. ആ സമയത്ത് ഹിരണ്യാക്ഷൻ വരുണദേവനെ വെല്ലുവിളിക്കുകയുണ്ടായി. നീയാണ് എൻ്റെ എതിരാളി ആയിട്ടുള്ളവൻ, നിനക്ക് മാത്രമേ എന്നോട് പോരാടാൻ പറ്റുള്ളൂ, നീ വാ, എനിക്ക് യുദ്ധത്തിന് ധൃതിയായിരിക്കുന്നു, യുദ്ധക്കൊതി പൂണ്ട് നിൽക്കുകയാണ് ഞാൻ, ആരെങ്കിലും എന്നോട് യുദ്ധം ചെയ്യാൻ വരൂ. ദേവന്മാരെല്ലാം എന്നെ കണ്ട് പേടിച്ച് ഭയന്ന് ഓടിയിരിക്കുകയാണ്. അവരുടെ മുന്നിൽ അവരാരും തന്നെ എൻ്റെ മുന്നിൽ യുദ്ധത്തിന് തയ്യാറാകുന്നില്ല. അല്ലയോ വരുണദേവ, നീ എന്നോട് യുദ്ധം ചെയ്യുമെന്ന് ഇങ്ങനെ ആഹ്വാനം ചെയ്യും. അപ്പോൾ വരുണദേവൻ പറയുന്നു, ഇല്ല ഇല്ല, ഞാൻ ആകെ വയസ്സനായിരിക്കുന്നു, എനിക്ക്
യുദ്ധത്തിനുള്ള ശേഷിയില്ല, പ്രത്യേകിച്ച് നിന്നോട് ഏറ്റുമുട്ടാൻ ഞാൻ ഒട്ടും പ്രാപ്തനുമല്ല. നിനക്ക് ഏറ്റുമുട്ടാൻ അത്ര ധൃതിയാണെങ്കിൽ നീ വൈകുണ്ഠനാഥനായ വിഷ്ണുവിനെ പ്രാപിക്കൂ. വിഷ്ണുവാണ് നിനക്ക് ഏറ്റവും അനുയോജ്യൻ യുദ്ധത്തിനെന്ന് പറയും. അപ്പോൾ വിഷ്ണുവോ അങ്ങനെ ഒരാൾ എവിടെയുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോഴാണ് കാണുന്നത് ഒരു തേറ്റമേൽ എടുത്തുയർത്തി വരുന്ന വരാഹാവതാരത്തെ. അപ്പോൾ ആർത്തട്ടഹസിച്ചുകൊണ്ട് പറയുന്നു, ഓയ് നീയാണോ വൈകുണ്ഠനാഥനായ വിഷ്ണു? ഈ രൂപത്തിലാണോ, ഒരു മൃഗത്തിന്റെ രൂപത്തിലാണോ നിന്റെ രൂപം ഇരിക്കുന്നത്? അതിനേക്കാളും എത്രയോ ശ്രേഷ്ഠനാണ് എൻ്റെ ശരീരം. നോക്കൂ, ഞാൻ ആ വലിയ ആചാരം. ആ നോട്ടത്തിൽ ഭഗവാൻ ആ ഭക്തനെയാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ ഒന്ന് പുഞ്ചിരിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ ആ പുഞ്ചിരി കണ്ടപ്പോൾ ഹിരണ്യാക്ഷന്റെ ദേഷ്യം ഇരട്ടിക്കാണ് ഉണ്ടായത്. ഹിരണ്യാക്ഷൻ മറ്റൊന്നും ആലോചിക്കാതെ ഗദ ചുഴറ്റി ആ വരാഹത്തിന് നേരെ എറിഞ്ഞു. ഭഗവാൻ അത് പുഷ്പം പോലെ തട്ടി മാറ്റി. അപ്പോൾ അവന് ക്രോധം ഇരട്ടിച്ചു. അങ്ങനെ അതിഘോരമായ യുദ്ധം നടന്നു. വരാഹാവതാരവും ഹിരണ്യാക്ഷനും തമ്മിലുള്ള യുദ്ധം. ഈ യുദ്ധം നടക്കുന്ന സമയം സ്വർഗലോകത്ത് നിന്ന് ദേവി ദേവന്മാർ ഇന്ദ്രാദികൾ എല്ലാവരും കൂടെ വന്ന ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിക്കും, ഭഗവാൻ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഉത്കണ്ഠയിലാണ് അവരെല്ലാവരും ഭഗവാൻ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടേയിരുന്നു. ഹിരണ്യാക്ഷൻ അതീവ ദേഷ്യത്തിൽ ഭയങ്കരമായിട്ട് യുദ്ധം രണ്ടുവാളും. അപ്പോൾ അവിടെ നിന്ന് ബ്രഹ്മാവ് പുരുഷസൂക്തം ചൊല്ലിയിട്ട് അഭ്യർത്ഥിക്കുകയാണ്, സന്ധ്യാസമയം കഴിയാറായിരിക്കുന്നു, ഇനി അവനെ വെച്ചോണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല, എത്രയും പെട്ടെന്ന് അവനെ കഥ കഴിക്കണം ഭഗവാനെ എന്നിങ്ങനെ എല്ലാ ദേവഗണങ്ങളും കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഭക്തന്മാരുടെ പ്രാർത്ഥന മാനിച്ച് ഭഗവാൻ തൽക്ഷണം ഹിരണ്യാക്ഷനെ വധിച്ചു. ആ ഹിരണ്യാക്ഷനെ വധിച്ച സമയം സുദർശന ചക്രം പോയി ഹിരണ്യാക്ഷന്റെ കഴുത്ത് കട്ട് ചെയ്ത സമയത്ത് തെറിച്ച ആ രക്തത്തുള്ളികൾ വെളുത്ത ശ്വേത അവതാരമെടുത്ത വരാഹ അവതാരത്തിന്റെ ആ ഇതിലെ രോമകൂപങ്ങളിലെല്ലാം ഇങ്ങനെ ആ വെള്ള രോമത്തിൽ ചുമന്ന മുത്തുകൾ വന്ന് പതിക്കുന്നത് പോലെ ആ ബ്ലഡ് രക്തത്തുള്ളികൾ വന്ന് പതിച്ചത് അതീവ തേജസ്വിയായിട്ട് കാണപ്പെട്ടു ഭഗവാനെ. ആ തേജസ് രൂപം കണ്ടപ്പോഴാണ് ഭൂമി ദേവി അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്കൊരു പുത്രനെ നൽകണം എന്ന് പ്രാർത്ഥിച്ചത്. ആ അതീവ തേജസ്വിയായിരുന്ന ഭഗവാൻ തന്നെയാണ് ഭൗമാസുരൻ എന്നൊരു അസുരനെ ഭൂമി ദേവിക്ക് പുത്രനായി സമ്മാനിച്ചത്. അപ്പോൾ അതിനുശേഷം ഭഗവാൻ അവിടുന്ന് അപ്രത്യക്ഷനായി, എല്ലാവരും സന്തോഷത്തിലായി. പക്ഷേ ആകെ ഒരേ ഒരു അമ്മയും പുത്രനും അതീവ ദുഃഖത്തിലായി, ദിതിയും ഹിരണ്യകശിപുവും. സോറി, എനിക്ക് തീരെ സുഖമില്ലായിരുന്നു. ഇപ്പം മെഡിസിൻ എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് വരുന്നത് സദയം ക്ഷമിക്കുക. അപ്പോൾ ഭൂമി ദേവിയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും രണ്ടുപേരും അതീവ സ്നേഹത്തിൽ, ഗാഢ സ്നേഹത്തിലായിരുന്നു. അതിൽ ഒരാളുടെ മരണം മറ്റേയാൾക്ക് സഹിക്കാവുന്നതിൻ്റെ അപ്പുറമായിരുന്നു. അതുപോലെ തന്നെ അമ്മയായ ദിതിക്കും ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ദിതി ഭഗവാനെ വിളിച്ച് ഇഷ്ടംപോലെ ക്രോധവാക്കുകളെല്ലാം ഉരുവിട്ട് അലമുറയിട്ട് കരയുകയും ഹിരണ്യകശിപു ഇതിന് പകരം വീട്ടിയിട്ടേ അടങ്ങൂ എന്നുള്ളൊരു താല്പര്യത്തിൽ വരികയും ചെയ്തു. അതേപോലെ ഹിരണ്യാക്ഷന്റെ ഭാര്യയും മക്കളും അലമുറയിട്ട് കരയുകയും ഹിരണ്യകശിപുവിനെ അഭയം തേടുകയും ചെയ്തു. അപ്പോൾ ഹിരണ്യകശിപു അവരെ സാന്ത്വനിപ്പിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അലമുറയിട്ട് കരയുന്നത്? ശരിക്കും പറഞ്ഞാൽ വൈകുണ്ഠവാസികളായിരുന്ന അവർക്ക് തത്വജ്ഞാനം ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ട് അവർക്കുണ്ട്. പക്ഷേ എല്ലാം അറിയാമെങ്കിലും ഒന്നും അറിഞ്ഞുകൂടാത്തതുപോലെ, അല്ലെങ്കിൽ എല്ലാം മറന്നുപോയ രീതിയിലാണ് അവരുടെ പ്രവർത്തനം. കാരണം അവരുടെ ഈ പ്രാവശ്യത്തെ ജന്മം അസുര ജന്മമായിപ്പോയി. അപ്പോൾ ആസുരി ക്വാളിറ്റിയാണ് അവരിൽ കൂടി നിന്നത്. എന്നാലും അവരുടെ ഉള്ളിൽ തത്വജ്ഞാനം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ആ തത്വജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുകയാണ് ഹിരണ്യാക്ഷന്റെ ഭാര്യയ്ക്ക്. അപ്പൊ ഭാര്യയോട് പറയാണ്, അല്ലയോ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അലമുറയിട്ട് കരയുന്നത്? ജന്മം എടുത്താൽ മരണം സുനിശ്ചിതമല്ലേ? അപ്പോൾ അവന് സമയമായി അവന് വിഷ്ണുവിന്റെ കൈയാൽ വധിക്കപ്പെട്ടില്ലേ? ആ വിഷ്ണുവിനെ ഞാൻ വധിച്ചിട്ട് നിങ്ങൾക്ക് പകരം സമാധാനം കണ്ടെത്തും. അതുകൊണ്ട് ഇനിമുതൽ എൻ്റെ ജീവിതം വിഷ്ണുവിനെ വധിക്കാനുള്ളതായിട്ട് ഞാൻ ശപഥം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് തപസ്സിനായിട്ട് പോവാണ്. അങ്ങനെ ഹിരണ്യകശിപു തപസ്സിനായിട്ട് പോയി കഠിന തപസ്സിൽ ഏർപ്പെട്ടു. കഠിന തപസ്സിൽ ഇരുന്ന സമയത്ത് ദേവന്മാർ കൂടി ആലോചിച്ചിട്ട് പറയണം, ഇതാണ് പറ്റിയ അവസരം. ഇപ്പോൾ ഹിരണ്യാക്ഷൻ വധിക്കപ്പെട്ടു, ഹിരണ്യകശിപു ഇപ്പോൾ തപസ്സിനായിട്ട് പോയിരിക്കുന്നു. ഇപ്പൊ നാഥനില്ലാതിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് അവരെ ആക്രമിക്കാം എന്ന് പറഞ്ഞിട്ട് ആക്രമിക്കാൻ തയ്യാറെടുക്കാണ്. അപ്പോൾ നാരദ മഹർഷിയും ദേവഗുരു ബൃഹസ്പതിയും ചേർന്ന് ദേവേന്ദ്രനെ ഉപദേശിക്കുകയാണ്, ഇപ്പോൾ ഹിരണ്യാക്ഷന്റെ വധം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ ആസുരകുലം മൊത്തം ഇപ്പോൾ നിരാശയിലാണ്ടിരിക്കുകയാണ്.
ഈ സമയം എന്തായാലും ആക്രമിക്കുന്നത് ഉചിതമല്ല. വരട്ടെ, നമുക്ക് കാലം അനുകൂലമായിട്ട് വരും, അന്നേരം നമുക്ക് ആക്രമിക്കാം. ഇപ്പോൾ ശാന്തരായിരിക്കൂ എന്ന് അവർ ഉപദേശിക്കുന്നു. അപ്രകാരം ദേവേന്ദ്രനും ബാക്കി എല്ലാ ദേവതന്മാരും സമാധാനപൂർവ്വം കഴിയുന്നു. കുറെ കാലം അവരുടെ ശരിക്കും പറഞ്ഞാൽ ഇന്ദ്രസ്ഥാനത്ത് പോലും അവിടെ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടവരായിരുന്നു. അപ്പോൾ അവർക്ക് തിരിച്ച് സ്വർഗ്ഗലോകമെല്ലാം കിട്ടി. അവർ കുറച്ച് നാള് ആനന്ദഭരിതരായി കഴിഞ്ഞു. ആ സമയം മുഴുവനും ഹിരണ്യകശിപു പോയി കഠിന തപസ്സിലേർപ്പെട്ടു. ഇതേ നാരദ മഹർഷിയും ഗുരു ബൃഹസ്പതിയും കൂടെ ചേർന്ന് ആലോചിക്കുകയാണ് ഏത് വിധേനെ അവന്റെ തപസ് മുടക്കണം. ഇങ്ങനെ അവനെ തപസ്സിന് വിട്ടു കഴിഞ്ഞാൽ ബ്രഹ്മാവ് പ്രീതിപ്പെട്ട് ഏത് വരമാണ് കൊടുക്കുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയിട്ട് അവന്റെ തപസ് മുടക്കണം എന്ന് വിചാരിച്ചിട്ട് ബ്രഹ്മാവ് ബൃഹസ്പതി, ദേവഗുരുവായ ബൃഹസ്പതിയും നാരദ മഹർഷിയും രണ്ട് പക്ഷികളുടെ രൂപത്തിൽ ആ ഹിരണ്യകശിപു ഇരുന്ന് തപസ് ചെയ്യുന്ന മരത്തിന്റെ ചില്ലയിൽ വന്നിരുന്നു. ആ പക്ഷികൾ തമ്മിൽ നാരായണ 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 ഇങ്ങനെ ഒരു ദേഷ്യഭാവത്തിൽ വഴക്കുണ്ടാക്കുന്നത് പോലെ ചിലയ്ക്കാൻ തുടങ്ങി. രണ്ടുപേരും ഉച്ചരിക്കുന്നത് നാരായണ എന്നാണെങ്കിലും രണ്ട് ട്യൂണിലായിരുന്നു. ക്രോധത്തിൽ പറയുന്നത് പോലെയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങിയത്. ഒരു പക്ഷി പറയും നാരായണ എന്ന് പറയുമ്പോൾ അതിനെ എതിർക്കുന്ന പോലെ മറ്റേ പക്ഷി നാരായണ എന്ന് പറയാൻ തുടങ്ങി. കുറെ പ്രാവശ്യം ഇങ്ങനെ കിളികൾ ചിലയ്ക്കുന്നത് കേട്ടപ്പോൾ അറിയാതെ തന്നെ ഹിരണ്യകശിപു കണ്ണു തുറന്നു നോക്കി. മേലേക്ക് നോക്കിയപ്പോൾ രണ്ട് കിളികൾ ഇങ്ങനെ വഴക്കു കൂടുന്ന രീതിയിൽ നാരായണ നാരായണ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അയാൾക്ക് കുറച്ച് കൗതുകം തോന്നി. പെട്ടെന്ന് മനസ്സിൽ തോന്നുകയാണ് തൻ്റെ ഭാര്യയോട് പോയി പറഞ്ഞിട്ട് വരാം, ഈ കിളികൾ ഇങ്ങനെ പെരുമാറുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്, എന്ത് രസമായിരിക്കുന്നു അവർ തമ്മിൽ വഴക്കൂടുന്നത് കാണാൻ തന്നെ. അയാൾക്ക് ഒരു അല്പം ആകാംക്ഷയും തോന്നി, ഒരല്പം ആനന്ദവും തോന്നി. അത് കേട്ടപാട് അയാൾ അവിടുന്ന് എഴുന്നേറ്റ് പോവാണ്. തപസ്സെല്ലാം മുടങ്ങി നേരെ ഭാര്യയുടെ അടുത്തേക്ക് പോയി. ഓടിപ്പോയിട്ട് ഖയാഗുവിനെ വിളിച്ചിട്ട് പറയാണ്, അല്ലയോ ഭാര്യയെ, ഇപ്പോൾ ഒരു അത്ഭുതം നടന്നു, നിനക്ക് കേൾക്കണോ, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പറയാണ്, ഞാൻ തപസ് ചെയ്തുകൊണ്ടിരുന്ന മരത്തിന്റെ ചില്ലയിൽ രണ്ട് പക്ഷികൾ, ഞാൻ ഇതുവരെ അവരെ കണ്ടിട്ടില്ല, ഈ തരത്തിലുള്ള പക്ഷികളെ, അതീവ തേജസ്വികളായിരിക്കുന്നു രണ്ട് പക്ഷികളും, അതീവ സുന്ദരങ്ങളായിരിക്കുന്നു രണ്ടുപേരെയും കാണാൻ. പക്ഷെ അവര് മുഖത്തോട്ട് മുഖം നോക്കിയിട്ട് വഴക്കുണ്ടാക്കുകയാണ്. പക്ഷെ വഴക്കുണ്ടാക്കുന്ന രണ്ടും ഒരേ ശബ്ദത്തിൽ നാരായണ 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 ഇങ്ങനെ പറയുന്നുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഖയാഗുവിന് മനസ്സിലായി ഇത് സാക്ഷാൽ വിഷ്ണുവിന്റെ നാമമാണ് അവർ ഉരുവിട്ടതെന്ന്. അത് ഭർത്താവിന്റെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ആ ഭാര്യ ചോദിച്ചുകൊണ്ടേയിരുന്നു, എങ്ങനെയാണ് ആ കിളികൾ പ്രതിവചിച്ചത്, ഒന്ന് പറയൂ ഒന്ന് പറയൂ എന്ന് പറയും. അപ്പോഴും വീണ്ടും അതേ ട്യൂണിൽ നാരായണ നാരായണ എന്ന് കിളികൾ പറഞ്ഞത് ഇയാൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. അന്ന് രാത്രിയിലും അവർ രണ്ടുപേരും സംസാരിച്ചത് ഇത് തന്നെയായിരുന്നു. ഭാര്യ ചോദിച്ചുകൊണ്ടേയിരുന്നു, ഭർത്താവ് ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ദിവസമായിരുന്നു ആ പ്രഹ്ലാദന്റെ ജനനം. അതുകൊണ്ടാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത്, ഒരു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും അറ്റ്ലീസ്റ്റ് 50 റൗണ്ടെങ്കിലും നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം. അതിനുശേഷമേ അവർ സംഘത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ. അങ്ങനെ ആയാൽ തീർച്ചയായിട്ടും സൽസന്താനം ലഭിക്കുമെന്ന്. അതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ടാണ് ഇവിടെ ആ വെറും അസുരനായിട്ട് ജന്മമെടുത്ത ഹിരണ്യകശിപുവിന് പ്രഹ്ലാദനെ പോലുള്ള ഒരു ഭക്തനായിട്ടുള്ള സത്സ്വഭാവിയായിട്ടുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിച്ചത്. ആ സമയത്തിന് വേണ്ടിയിട്ടാണ് നാരദ മഹർഷിയും ദേവഗുരു ബൃഹസ്പതിയും ചേർന്നിട്ട് ആ നാടകം അവിടെ കളിച്ചത്. അതുകൊണ്ടാണ് നാരായണ നാരായണ എന്ന നാമം ഉരുവിട്ടുകൊണ്ട് തന്നെ അവർക്ക് സന്താനത്തെ സൃഷ്ടിക്കാൻ സാധിച്ചത്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഇദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായത്. ആഹാ, ഞാൻ തപസ് ചെയ്തുകൊണ്ടിരുന്നതല്ലേ, അതിനിടയ്ക്കാണല്ലോ ഞാൻ ഓടി വന്നത്. ഇല്ലില്ല, ഇനി ഞാൻ പോയി തപസ് ചെയ്യും, എൻ്റെ ശപഥം എനിക്ക് നിറവേറ്റണം, എൻ്റെ ജ്യേഷ്ഠനെ കൊന്നവനെ എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വധിക്കണം, അതിനുള്ള ശക്തി ആർജിച്ചിട്ട് ഞാൻ ഇനി തിരിച്ചു വരൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും തപസ്സിന് പോവാണ്. അപ്പോൾ അങ്ങനെ ഹിരണ്യകശിപു തപസ്സിന് പോയ സമയത്ത് വീണ്ടും ദേവേന്ദ്രന്മാർ കൂടി ആലോചിക്കുകയാണ്, ഇത് തന്നെയാണ് പറ്റിയ അവസരം, ഇനി നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഹിരണ്യകശിപു സ്വസ്ഥനായിട്ട് തപസ്സിന് പോയിട്ടുണ്ട്, ഇപ്പോൾ രാജ്യം അനാഥമായതുപോലെ അസുരന്മാർക്ക് ശക്തിയില്ലാതെ ഇരിക്കുന്നു, ഈ സമയത്ത് നമുക്ക് അവരെ ആക്രമിക്കാം എന്ന് പറഞ്ഞിട്ട് ദേവഗണങ്ങളെല്ലാം അസുരന്മാരെ ആക്രമിച്ചു. അങ്ങനെ ഈ ഗർഭവതിയായിരിക്കുന്ന ഖയാഗുവിന്റെ മുടിയിൽ ചുറ്റിപ്പിടിച്ച് ദേവേന്ദ്രൻ വലിച്ചഴിച്ചു കൊണ്ട് പോവാണ്. അപ്പോൾ വഴിക്ക് വെച്ച് നാരദ മഹർഷി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് തടഞ്ഞിട്ട് പറഞ്ഞു, അല്ലയോ ദേവേന്ദ്ര, നീ എന്ത് അബദ്ധമാണ് ഈ കാണിക്കുന്നത്? ഗർഭവതിയായ ഒരു സ്ത്രീയെ ഒരു കാരണവശാലും മറ്റൊരു പുരുഷനെ ഉപദ്രവിക്കാൻ പാടില്ല. തൽക്കാലം ഈ സ്ത്രീയെ നീ വെറുതെ വിടൂ എന്ന് പറയും. അപ്പോൾ ഇന്ദ്രൻ പറയാണ്, ഇല്ലില്ല മഹർഷേ, അങ്ങ് നോക്കൂ, ഈ ഗർഭവതിയായിരിക്കുന്ന സ്ത്രീയുടെ ഉള്ളിലും അസുരവിത്താണ് വളരുന്നത്, അതിനെ കൂടെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരെയും ഭയക്കേണ്ടതില്ല എന്ന് പറയും.
അപ്പോൾ മഹർഷി പറയാണ്, ഇപ്പോൾ ആ സ്ത്രീ ഗർഭവതിയാണ്, ആ ഗർഭത്തിൽ നിന്ന് ആ ശിശു പുറത്തു വന്നാൽ നമുക്ക് അതിനെ എന്ത് വേണമെങ്കിലും ചെയ്യാം, അതുവരേക്ക് നീ ക്ഷമിക്കൂ, അതുവരെ തീർച്ചയായിട്ടും ഞാൻ സംരക്ഷണത്തിൽ കൊടുത്തുകൊള്ളാം, ഈ സ്ത്രീയെ വിട്ടുതരൂ എന്ന് പറയും. അങ്ങനെ ദേവേന്ദ്രൻ പറയും, ഓക്കെ, നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം ഞാൻ അങ്ങയെ ഏൽപ്പിക്കുന്നു, പ്രസവിച്ചതിന് ശേഷം ഈ കുട്ടിയെ നമുക്ക് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കാൻ കൊണ്ടുപോയിക്കൊള്ളാൻ പറയും. അങ്ങനെ നാരദ മഹർഷി ഒരു പർണശാല കെട്ടി അതിനകത്ത് ആ ഖയാഗുവിനെ സംരക്ഷിച്ചു. ആ ഖയാഗുവിന് ദിവസവും നാരായണ മന്ത്രം ഉരുവിട്ട് കൊടുത്തു. ആ ഉരുവിട്ട് കൊടുത്ത നാരായണ ജ്ഞാനം എല്ലാം ആ ഗർഭാവസ്ഥയിലിരിക്കുന്ന ശിശു സ്വായത്തമാക്കാൻ തുടങ്ങി. അങ്ങനെ ആ കുട്ടി അതെല്ലാം എന്നും നാരദ മഹർഷിയുടെ ഉപദേശങ്ങൾ ശ്രവിച്ച് നല്ലൊരു സൽസന്താനമായിട്ടാണ് പിറവി കൊണ്ടത്. 5 വയസ്സുവരെ നാരദ മഹർഷി ആ കുട്ടിക്ക് എല്ലാ ദീക്ഷാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ആ കുട്ടിയെ എല്ലാ മന്ത്രങ്ങളും ഉപദേശിച്ചു കൊടുത്ത് നാരായണ നാമം ജപിക്കാനുള്ള എല്ലാ ഇതും ഉണ്ടാക്കി കൊടുത്തു. അത്രയും ജ്ഞാനസ്ഥനായ ആ കുട്ടിയെയാണ് ഖയാഗുവിനെയും പുത്രനെയും ഇതിനിടയ്ക്ക് തപസ് അനുഷ്ഠിച്ച് ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി ബ്രഹ്മാവ് പ്രത്യക്ഷനായി ബ്രഹ്മാവിൽ നിന്ന് 12 തരത്തിലുള്ള വരം ഹിരണ്യകശിപു നേടുകയും ഇതിനുള്ളിൽ ഹിരണ്യകശിപു ആദ്യം ആവശ്യപ്പെട്ടത് അമരത്വമായിരുന്നു ആവശ്യപ്പെട്ടത്. അപ്പോൾ ബ്രഹ്മാവ് പറയാണ്, എനിക്ക് പോലും മരണമുണ്ടെന്നിരിക്കെ ഞാൻ എങ്ങനെയാണ് നിനക്ക് അമരത്വം തരിക? അത് സാധ്യമായ കാര്യമല്ല. ജന്മം കൊണ്ടാൽ മരണം നിശ്ചയമാണ്, അതിനൊരു മാറ്റമില്ല. മറ്റെന്ത് വരം വേണമെങ്കിലും ആവശ്യപ്പെടുമെന്ന് ചോദിക്കും. അപ്പോഴാണ് ഹിരണ്യകശിപു പറയുന്നത്, എന്നാൽ ഞാൻ പറയുന്ന കണ്ടീഷനിലൊന്നും എന്നെ വധിക്കാൻ പാടില്ല. അതായത് രാത്രി വധിക്കാൻ പാടില്ല, പകല് വധിക്കാൻ പാടില്ല, അപ്പോൾ അകത്ത് പാടില്ല, പുറത്ത് പാടില്ല, ആയുധത്താൽ പാടില്ല, മൃഗങ്ങളാൽ പാടില്ല, സ്ത്രീയാൽ പാടില്ല, പുരുഷനാൽ പാടില്ല, ഇങ്ങനെ 12 കണ്ടീഷൻ പറയും. അപ്പോൾ തഥാസ്തു എന്ന് ബ്രഹ്മാവ് വരം കൊടുത്തു. ആ വരത്തിൻ്റെ ലബ്ധിയോടുകൂടി ഹിരണ്യകശിപു അതീവ ശക്തിമാനായിട്ട് അട്ടഹസിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ വരികയാണ്. ആ സമയത്താണ് ഖയാഗുവിനെയും പുത്രനെയും കൊട്ടാരത്തിൽ കൊണ്ടുവിട്ടത്. ഭയങ്കര സന്തോഷമായി ഭാര്യയും പുത്രനെയും കണ്ടപ്പോൾ. ആ പുത്രനെ വാത്സല്യപൂർവ്വം മടിയിൽ എടുത്തു വെച്ചിട്ട് ചോദിക്കുകയാണ്, മോനെ, ആരാണ് ഏറ്റവും ശ്രേഷ്ഠൻ? അപ്പോൾ പുത്രൻ പറയാണ്, എന്നെയും നിന്നെയും സൃഷ്ടിച്ച സാക്ഷാൽ പരമേശ്വരനായ വിഷ്ണു തന്നെയാണ്, നാരായണൻ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറയും. അത് കേട്ട പാടുടനെ ഹിരണ്യകശിപു കുട്ടിയെ നിലത്തേക്കിട്ടു. എന്നിട്ട് പറയാണ്, പിടിച്ചുകൊണ്ട് പോകൂ. ചണ്ടനെയും മുണ്ടനെയും വിളിച്ചിട്ട് പറയാണ്, ശുക്രാചാര്യരുടെ മക്കളാണ് ചണ്ടനും മുണ്ടനും, അവരാണ് അസുരകുലത്തിൻ്റെ ഗുരു. അവരുടെ പുത്രനെ വിളിച്ചിട്ട് പറയും, ഈ കുട്ടിയെ കൊണ്ടുപോയി എല്ലാം നമ്മുടെ ക്രമത്തിനനുസരിച്ചുള്ളതെല്ലാം പഠിപ്പിച്ചു കൊടുക്കൂ, എന്നിട്ട് കൊണ്ടുവന്നാൽ മതി, അവൻ അബദ്ധവശങ്ങളാണ് പഠിച്ചു വച്ചിരിക്കുന്നത്, കൊണ്ടുപോകുമെന്ന് പറയും. അങ്ങനെ ആ കുട്ടിയെ ചണ്ടനും മുണ്ടനും കൊണ്ടുപോയി ഗുരുകുലത്തിൽ കൊണ്ട് ചെല്ലുമ്പോൾ പ്രഹ്ലാദൻ നോക്കുമ്പോൾ ചുറ്റിനും അതേപോലെ അസുര കുട്ടികൾ ഇഷ്ടം പോലെയുണ്ട്. എല്ലാ അസുര കുട്ടികളെയും വിളിച്ചിട്ട് പ്രഹ്ലാദ അങ്ങോട്ട് ക്ലാസ് എടുക്കാൻ തുടങ്ങി, ഭഗവാനെ പറ്റി ഗ്ലോറിഫൈ ചെയ്യാൻ തുടങ്ങി. സാക്ഷാൽ വിഷ്ണുവാണ് സർവ്വതിൻ്റെയും ഉടമസ്ഥൻ, വിഷ്ണുവെയാണ് എല്ലാ സൃഷ്ടികർമ്മവും നടത്തുന്നത്. ആ നാരായണനെ ശരണം പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മോക്ഷഗതി പ്രാപിക്കാൻ സാധിക്കൂ എന്നുള്ള തത്വജ്ഞാനമെല്ലാം ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവർക്കെല്ലാം അത് അത്യുത്സാഹമായി, അവർക്ക് കേൾക്കാൻ വീണ്ടും വീണ്ടും താല്പര്യമായി. ഇതാണ് കൊച്ചുകുട്ടികൾക്ക് കൃഷ്ണാവബോധം കിട്ടുമ്പോഴേക്ക് അല്ലെങ്കിൽ ഭഗവാനെ പറ്റി പറയുമ്പോൾ അവരുടെ ഉള്ളിൽ ആനന്ദം പെട്ടെന്ന് പുറത്ത് കാണാൻ പറ്റുന്നത്. കാരണം പ്രായം കൂടുന്തോറും നമ്മുടെ മനസ്സ് മാലിന്യങ്ങളാൽ നിറഞ്ഞ്, ഹൃദയത്തിൽ മാലിന്യങ്ങൾ നിറഞ്ഞ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവിനെയോ നമ്മുടെ ദൈവിക ചൈതന്യത്തെയോ തിരിച്ചറിയാൻ പറ്റാതാകും. എന്നാൽ കൊച്ചുകുട്ടികളുടെ മനസ്സിൽ കളങ്കമില്ലാത്തതിനാൽ, കള്ളമില്ലാത്തതിനാൽ അവർക്ക് പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷൻ കേട്ടപാട് തന്നെ ആ അസുര കുട്ടികൾക്ക് എല്ലാവർക്കും അത്യുത്സാഹമായി. അവരും ഏറ്റു ചൊല്ലാൻ തുടങ്ങി, നാരായണ നാരായണ എന്ന്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവാന്റെ എല്ലാ പര്യായ പദങ്ങൾ അവർ ഉരുവിടാൻ തുടങ്ങി. ഇതെല്ലാം കേട്ടപ്പോൾ ചണ്ടനും മുണ്ടനും അതിശയിച്ച് ഞെട്ടി മാറി നിൽക്കാണ്. എന്താ ഇനിയിപ്പോൾ ചെയ്യേണ്ടത്? ഇവനെ പഠിപ്പിക്കാൻ പറഞ്ഞ് നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ മറ്റുള്ളവരെ പഠിപ്പിച്ച് വഷളാക്കുകയാണല്ലോ. ഇമ്മീഡിയറ്റ് ആയിട്ട് രാജാവിനെ മുഖം കാണിച്ച് കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് തന്നെ ഹിരണ്യകശിപുവിൻ്റെ അടുത്തെത്തി കാര്യം ബോധിപ്പിച്ചു. ഞങ്ങൾക്ക് സാധിക്കുന്നില്ല ഈ കുട്ടിയെ പഠിപ്പിക്കാനായിട്ട്, മാത്രമല്ല ഈ കുട്ടി മറ്റുള്ളവരെയും കൂടെ വഴിതെറ്റിക്കുന്നു എന്ന് അറിയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവനെ ഇനി വച്ചേക്കേണ്ടതില്ല, വധിച്ചേക്കൂ എന്ന് പറഞ്ഞ് ഓർഡർ ഇടുകയാണ്. അപ്പോൾ ഒരുപാട് രീതിയിലൊക്കെ പ്രഹ്ലാദനെ വധിക്കാൻ ശ്രമിക്കുന്നു. ഒരു ആനയെ മത്ത് പിടിച്ച ഒരു ആനയെ കൊണ്ട് ചവിട്ടിക്കാൻ നോക്കി, വിഷമുള്ള പാമ്പുകളുടെ കൂട്ടത്തിൽ കൊണ്ട് തള്ളി, അഗ്നിയിൽ തള്ളി നോക്കി, മലയുടെ ഉയരത്തിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോഴെല്ലാം സാക്ഷാൽ വിഷ്ണുവിൻ്റെ കൈകൾ അവനെ താങ്ങി.
അങ്ങനെ ഭഗവാനാൽ സംരക്ഷിക്കപ്പെട്ട അവൻ ഒരിക്കലും ഭഗവാനെ മറക്കാതെ സദാസമയവും ഭഗവാന്റെ നാമം ഉരുവിട്ടു തുടങ്ങി. അങ്ങനെയാണ് കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ അവനോട് ചോദിക്കും, നിന്റെ ഈ വിഷ്ണു നിന്നെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ എവിടെയാണ് അവൻ ഇരിക്കുന്നത്? എൻ്റെ മുന്നിൽ വരുത്തും, ഞാൻ കാണിച്ചു തരാം എൻ്റെ ശക്തി എന്താണെന്ന് പറയും. അപ്പോൾ പ്രഹ്ലാദൻ പറയും, ഈ നിൽക്കുന്ന തൂണിലും ഈ നിൽക്കുന്ന തുരുമ്പിലും ഈ പ്രദേശത്ത് ഓരോ അണുവിലും ഭഗവാനുണ്ട്, ഓരോന്നിലും ഭഗവാനുണ്ട്, എവിടെ നോക്കിയാലും ഭഗവാനെ കാണാം എന്ന് പറയും. അപ്പോൾ ചോദിക്കും, എന്നാൽ ഈ നിൽക്കുന്ന തൂണിലുണ്ടാവുമോ? ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഗദ ചുറ്റി ഒറ്റ അടി വെച്ചു കൊടുക്കുക ആ തൂണിന്. അപ്പോഴാണ് ആ തൂണ് പിളർന്ന് ആർത്തട്ടഹസിച്ചുകൊണ്ട് ആ രൂപം പുറത്തു ചാടുന്നത്. നരസിംഹത്തിൻ്റെ പകുതി മനുഷ്യനും പകുതി സിംഹരൂപവും, മുഖം മുഴുവനും സിംഹത്തിൻ്റെ ആ രൗദ്രഭാവത്തിൽ ആ തൂണ് പിളർന്ന് പുറത്തു ചാടി. അപ്പോൾ ഹിരണ്യകശിപു ഞെട്ടി പുറകോട്ട് മാറുകയാണ്. ആ അലർച്ച കേട്ടിട്ട് ആ ലോകം മുഴുവൻ കിടുങ്ങി വിറച്ചു. ആ നരസിംഹ ഭഗവാന്റെ അലർച്ച കേട്ടിട്ട് ലോകം മുഴുവൻ കിടുങ്ങി വിറഞ്ഞു. ഭാഗവത്തിൽ വളരെ നന്നായിട്ട് അത് ഗ്ലോറിഫൈ ചെയ്ത് വിവരിച്ചിട്ടുണ്ട്. ഹിരണ്യകശിപു കണ്ട നരസിംഹ ഭഗവാനെയും വിവരിക്കുന്നുണ്ട്. അതുപോലെ പ്രഹ്ലാദ് മഹാരാജാവ് കാണുന്ന നരസിംഹ ഭഗവാനെയും വിവരിക്കുന്നുണ്ട്, പ്രഹ്ലാദ സ്തുതി എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണും മുന്നിൽ തന്നെ ഭഗവാൻ ഇങ്ങനെ പ്രത്യക്ഷനായി നിൽക്കുന്ന ആ രൗദ്രഭാവത്തിൽ നിൽക്കുന്ന ആ ഒരു രൂപം നമുക്ക് കാണാൻ സാധിക്കും. അത് പക്ഷേ ഒരു ഭക്തനെ സംബന്ധിച്ച് അത് വളരെ ആനന്ദദായകമായ രൂപവും, എന്നാൽ അഭക്തന്മാരെ അസുരന്മാരെ സംബന്ധിച്ച് അത് ഭയപ്പെടുത്തുന്ന രൂപവും. അങ്ങനെ അസുരന്മാരെല്ലാം പേടിച്ച് വിറച്ച് 16 കാതം അകലേക്ക് തെറിച്ചു പോയി എന്നാണ് പറയണേ. അപ്പോൾ ഉടനെ തന്നെ വലിയ കാലുകൾ എടുത്ത് വെച്ചിങ്ങനെ നടന്ന് ഹിരണ്യകശിപുവിനെ എടുത്ത് തൻ്റെ തൊടമേലിരുത്തി മടിയിൽ വെച്ചപ്പോൾ ശരിക്കും സമയം അപ്പോൾ സന്ധ്യാസമയമായിരുന്നു, രാത്രിയുമല്ല പകലുമല്ല. അത് ഭഗവാൻ കൊണ്ടുപോയി ഇരുന്നത് ഡോറിൻ്റെ ആ പടിവാതിൽക്കലായിരുന്നു. അപ്പം വീടിനകത്തുമല്ല പുറത്തുമല്ല, ആ അവസ്ഥയിൽ അദ്ദേഹം ഇരുന്നു. പിന്നെ വന്നത് മനുഷ്യനുമല്ല മൃഗവുമല്ല, രണ്ടും കൂടിച്ചേർന്ന രൂപത്തിൽ. ആയുധത്താലല്ല മൃഗത്താലല്ല, സ്വന്തം നഖത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഹിരണ്യകശിപുവിനെ വലിച്ചു കീറിയിട്ട് ആ രക്തം പാനം ചെയ്യുകയും ആ കുടൽമാല എടുത്ത് കഴുത്തിൽ അണിയുകയൊക്കെ ചെയ്തത്. അപ്പോൾ വളരെ അതീവ ഭീകര രൂപമായിരുന്നു ആ ദർശനം. അത് കണ്ടിട്ട് ദേവഗണങ്ങൾ പോലും ഭയന്നോടി. ലക്ഷ്മി ദേവി മടിയിലിരിക്കുന്നല്ലേ, സദാസമയം പാദസേവ ചെയ്യുന്ന ലക്ഷ്മി ദേവി ആ ഭീകര രൂപം കണ്ടപ്പോൾ അടുത്തേക്ക് പോകാൻ അറച്ചു, പേടിച്ച് മാറി നിൽക്കുകയാണ്, ആരും അടുത്തേക്ക് പോകുന്നില്ല. അപ്പോൾ വേഗം ബൃഹസ്പതി ഗുരു പറയാണ്, അല്ലയോ പുത്ര പ്രഹ്ലാദ, നിനക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ രൂപത്തിൽ അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിന്നെ കാണുന്ന മാത്രമേ ഭഗവാൻ ശാന്തനാകുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുട്ടി ഭഗവാനെ ശാന്തനാക്കൂ എന്ന് പറയും. ആ 5 വയസ്സുള്ള പ്രഹ്ലാദന് യാതൊരു പേടിയും തോന്നിയില്ല. തൻ്റെ സ്വന്തം അച്ഛനെ മടിയിൽ വെച്ചിട്ട് രക്തമൊലിപ്പിച്ച് വായിലൂടെയും ആ ജടയിലൂടെയും ഒക്കെ രക്തം ഇറ്റിറ്റ് വീഴുന്ന ആ രൂപം കണ്ടിട്ട് പ്രഹ്ലാദന് സന്തോഷത്തോടു കൂടി തൊഴുകൈകളോടുകൂടി ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് തന്നെ ഭഗവാന്റെ അടുത്തേക്ക് പോയി. നരസിംഹ ഭഗവാൻ ഈ കുട്ടിയെ കണ്ട മാത്രയിൽ കൈവച്ച് നെറുകയിൽ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹത്തിലൂടെ പ്രഹ്ലാദന് ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാനുള്ള എല്ലാ ജ്ഞാനവും ഗൃഹസ്ഥമായി. അങ്ങനെ ഘോരം പ്രഹ്ലാദൻ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഭഗവാന്റെ സ്തുതി കേട്ടിട്ട്, പ്രഹ്ലാദന്റെ സ്തുതി കേട്ടിട്ട് ഭഗവാൻ ശാന്തനായി. ആ കുട്ടിയെ എടുത്ത് സ്വന്തം മടിയിലിരുത്തി. എന്നിട്ട് പറയാണ്, നിനക്ക് വേണ്ടിയിട്ട് പ്രത്യക്ഷനായ ഞാൻ നിനക്ക് എന്ത് വരമാണ് തരേണ്ടത് കുഞ്ഞേ എന്ന് അന്വേഷിക്കും. അപ്പോൾ പ്രഹ്ലാദൻ പറയാണ്, ഭഗവാന്റെ ദർശനം കിട്ടിയതിൽ കവിഞ്ഞ് മറ്റൊരു അനുഗ്രഹം എനിക്ക് ആവശ്യമില്ല. ദയവായി ഭഗവാൻ എന്നെ സന്തോഷത്തിൽ തിരിച്ചു പോയാൽ അല്ലെങ്കിൽ ശാന്തനായാലും എന്ന് തൊഴുകൈയോടെ പറയും. അപ്പോൾ ഭഗവാൻ പറയും, ഒന്നുകൊണ്ടും നീ വിഷമിക്കേണ്ടതില്ല, എന്തായാലും പ്രത്യക്ഷനായ സ്ഥിതിക്ക് നിനക്ക് വരം തരാതെ മടങ്ങുക നിർവാഹമല്ല, തീർച്ചയായിട്ടും നിനക്ക് ഇഷ്ടമുള്ള വരം ചോദിക്കണം എന്ന് പറയും. അപ്പോൾ പ്രഹ്ലാദ മഹാരാജ് പറയാണ്, എത്രയായാലും എനിക്ക് ജന്മം തന്ന പിതാവിന് ദുഷ്ഗതി വരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് മോക്ഷം പ്രദാനം ചെയ്യണം, അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ എന്ന് പറയും. അപ്പോൾ ഭഗവാൻ പറയാണ്, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട പ്രഹ്ലാദ, ഇനി നിന്റെ കുടുംബത്തിൽ വരുന്ന ഒരു പുരുഷനെയും ഞാൻ വധിക്കില്ല. മാത്രമല്ല ഇതിനു മുന്നേ ജന്മമെടുത്ത എല്ലാ നിന്റെ പിതൃക്കൾക്കും എല്ലാം 21 ജന്മം പിറകോട്ടും 21 ജന്മം മുന്നോട്ടും തീർച്ചയായിട്ടും ഞാൻ മോക്ഷം പ്രദാനം ചെയ്യുന്നു എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം,
പ്രഹ്ലാദ മഹാരാജാവിൻ്റെ പുത്രൻ്റെ പുത്രനാണ് ബലി മഹാരാജാവ്. ബലി മഹാരാജാവ് അസുരനായിട്ട് പോലും ഒരിക്കലും അദ്ദേഹത്തിനെ വധിച്ചില്ല ഭഗവാൻ. പകരം പാതാള ലോകത്തേക്ക് ചവിട്ടി താഴ്ത്തി എന്ന് മലയാളികൾ പറയുന്നുണ്ടെങ്കിലും ഭാഗവത്തിൽ പറയുന്നത് രസാതലം എന്ന് പറയുന്ന പ്ലാനറ്ററി സിസ്റ്റത്തിലേക്ക് ഉയർത്തുകയാണ് ഉണ്ടായത്. അവിടെ മഹാബലിയെ രാജാവായിട്ട് അഭിഷേകം ചെയ്തിട്ട് ആ രസാതലത്തിൻ്റെ ഗേറ്റ് കീപ്പറായിട്ട് വാമനദേവൻ ഇന്നും അവിടെ നിലകൊള്ളുന്നു എന്നാണ് പറയുന്നത് ഭാഗവതത്തിൽ. അപ്രകാരം ഹയർ പൊസിഷനിലേക്ക് എലിവേറ്റ് ചെയ്യാണ് ഉണ്ടായത്. ഒരിക്കലും അസുര ജന്മത്തിൽപ്പെട്ടവരെ പിന്നെ ഭഗവാൻ വധിക്കുകയുണ്ടായില്ല. അത് ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്രകാരം നരസിംഹ ഭഗവാൻ പ്രഹ്ലാദ മഹാരാജാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും ആ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവിനും വരം കൊടുത്തതുപോലെ തന്നെ ആദ്യത്തെ ജന്മത്തിൽ അവതരിച്ച അസുര ജന്മത്തിൽ നിന്ന് മോക്ഷം പ്രദാനം ചെയ്യുകയും ചെയ്തു. അത് കാണിക്കാനായിട്ട് അവിടെയും വരാഹാവതാരത്തിൽ പ്രത്യക്ഷനായി എന്ന് ഭാഗവതം പറയുന്നുണ്ട്. അപ്പം നരസിംഹ ഭഗവാനെയും സെയിം ടൈം വരാഹ ഭഗവാനെയും ദർശിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് അഹോബിലം എന്ന് പറയുന്ന ഒരു ഈ സംഭവം നടന്ന ആ സ്ഥലത്ത് നമുക്ക് ഇന്നും അവിടെ പോവാം. വലിയ ഉൾക്കാട് പ്രദേശമാണ്. അവിടെ വാഹനത്തിലൊന്നും പോകാൻ പറ്റില്ല. കാൽനടയായിട്ട് നമുക്ക് പോയാൽ ആ പ്രഹ്ലാദനെ പഠിപ്പിച്ച ഗുരുകുല അത് ആ സ്ഥലം കാണാൻ പറ്റും. അതുപോലെ ഈ തൂണ് പിളർന്ന് നരസിംഹ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ആ മല പാറക്കെട്ടുകൾ അത് കാണാൻ പറ്റും. അവിടെ എത്താൻ പറ്റും. അവിടെ പോയി ഭഗവാന്റെ രൂപം ദർശിക്കാൻ പറ്റും. അവിടെ 9 നരസിംഹ ഭഗവാന്റെ ടെമ്പിളുകളുണ്ട്. ആ ഒരു ടെമ്പിളിൽ നരസിംഹ ഭഗവാനും വരാഹാവതാരവും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്രതിഷ്ഠയുണ്ട്. കാരണം ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവിനെയും ഈ 2 അവതാരത്തിൽ വന്നതും വിഷ്ണു തന്നെ എന്ന് നമ്മളെ പോലുള്ളവർക്ക് ബോധ്യമാകാനായിട്ട് അങ്ങനെയും അവിടെ പ്രതിരൂപം വെച്ചിട്ടുണ്ട്. ഹരിബോൽ ഹരേ കൃഷ്ണ. നരസിംഹ ഭഗവാൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഗോലോക വൃന്ദാവനം പോലെ വൈകുണ്ഠ ലോകത്ത് മറ്റൊരു വൈകുണ്ഠ ലോകത്ത്, അതായത് അതീന്ദ്രിയ ലോകം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ലോകം എന്ന് പറഞ്ഞാൽ അനേകം വൈകുണ്ഠ ലോകങ്ങളുണ്ട്. ഓരോ അവതാരങ്ങൾ എടുക്കുന്ന ഭഗവാനും ആ ഭഗവാന്റെ ധാമം സ്വന്തമായിട്ട് അവിടെ ഉണ്ട്. അതിൽ ഈ നരസിംഹ ഭഗവാന്റെ വൈകുണ്ഠ ലോക പ്രാപ്തിയുണ്ട്. അവിടെ എത്തിപ്പെടണമെങ്കിൽ നരസിംഹ ഭഗവാനെ ആരാധിക്കുന്നത് ആരാണോ അവർക്ക് മോക്ഷമായിട്ട് നരസിംഹ ഭഗവാന്റെ ആ വൈകുണ്ഠധാമത്തിൽ എത്താൻ സാധിക്കും. അപ്പോൾ അക്കോർഡിംഗ് ടു അവർ ഭാവ നമുക്ക് ഏത് ഭാവത്തിൽ വർഷിപ്പ് ചെയ്യുന്നുവോ ആ ലോകത്തേക്കാണ് നമ്മളെ കൊണ്ടുപോവുക. അപ്പോൾ നരസിംഹ ഭഗവാൻ സ്ഥിരമായിട്ട് അവിടെ വൈകുണ്ഠ ലോകത്ത് ഇരിക്കുന്നുണ്ട്.